നമ്മൾ പ്രിജുഡൈസ്ഡ് ആവുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു നാച്ചുറൽ രീതിയാണ്. നമ്മൾ ജനിച്ച മുതലേ ആളുകളെ നമ്മൾ ഒരു പ്രത്യേക ഫ്രെയിമിൽ വരച്ചിട്ട് അതിൽ കൊണ്ടേയിരുത്തും. അത് അവരുടെ റീസൺ എന്താണ്, അവർ ബിഹേവ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് നമ്മൾ പഠിക്കാൻ പോകില്ല. സ്റ്റീഫൻ കോവേ അങ്ങനെ ഒരു സാധനം അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഒരു വാർഷിപ്പ് അത് പോകുന്നത് രാത്രിയാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ വാർഷിപ്പ് തൊട്ട് മുമ്പിൽ ഉള്ള മറ്റൊരു വാർഷിപ്പിന് ഒരു ടെലക്സ് അയക്കുകയാണ്, പ്ലീസ് ചേഞ്ച് ദ കോഴ്സ്. അപ്പോൾ അവിടുന്ന് മറുപടി വരുന്നു, സോറി സർ, യു ബെറ്റർ ചേഞ്ച് ദ കോഴ്സ്. അപ്പം വഴിമാറില്ല എന്ന് മനസ്സിലായപ്പോൾ വാർഷിപ്പ് ഇവിടുന്ന് അടുത്ത മെസ്സേജ് വിടുകയാണ്, ദിസ് ഈസ് എ വാർഷിപ്പ്, യു ബെറ്റർ ചേഞ്ച് ദ കോഴ്സ് എന്ന് പറഞ്ഞപ്പോൾ അവിടെ തിരിച്ചു വരികയാണ്, സോറി പ്ലീസ് ഡു ചേഞ്ച് ദ കോഴ്സ്. ഞങ്ങൾക്ക് പറ്റില്ല എന്ന് തന്നെ വീണ്ടും ഇവിടുന്ന് പറയുകയാണ്, യു പ്ലീസ് ഡു ഇറ്റ്. അപ്പോൾ ഇവിടുത്തെ ലാസ്റ്റ് മെസ്സേജ് വാർഷിപ്പിൽ നിന്ന് പോവുക, ദിസ് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വാർണിംഗ് ഫ്രം വർഷിപ്പ്. ഇഫ് യു ഡു നോട്ട് ചേഞ്ച് ദ കോഴ്സ്, കോൺസിക്വൻസ് വിൽ ബി ഡിസാസ്ട്രസ്. അപ്പോൾ അവിടുന്ന് മറുപടി വരികയാണ്, സോറി സർ, യു ബെറ്റർ ചേഞ്ച് ബിക്കോസ് ഇറ്റ്സ് എ ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസിനോടാണ് നമ്മൾ മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാത്രിയാണല്ലോ, അവിടുന്ന് ലൈറ്റ് കണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മൈൻഡ് സെറ്റിൽ നമ്മൾ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പലപ്പോഴും നമുക്കറിയാം അപ്പുറമുള്ള ആൾക്കൊരു റീസണുണ്ട്. ആ റീസൺ എന്താണ്, എന്തുകൊണ്ടാണ് അങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ അത് വെറും കണ്ടക്സ്ച്വൽ മാത്രം ആയിരിക്കില്ല. ചിലപ്പോൾ അയാളുടെ പേഴ്സണാലിറ്റി ലീഡർഷിപ്പ് ട്രേറ്റ്സ് അതായിരിക്കും, അയാളുടെ പേഴ്സണാലിറ്റി അതായിരിക്കും. 16 പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അയാൾ ഇതിലാണ് വന്നത് നമുക്കറിയില്ല. അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള ബിഹേവിയറൽ സ്റ്റഫുണ്ട്. നമ്മൾ ആ തരത്തിൽ ആളുകളെ മനസ്സിലാക്കി സംസാരിച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എല്ലാവരും ഇന്ത്യൻ ക്യാപ്റ്റൻ ആവാത്തത്? അപ്പം ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള കഴിവുകളാണ്. നമ്മളെ വിരലുകളെ പോലെയാണ്, 5 വിരലിനും 5 പേർപ്പസാണ്, അത് 5 സൈസാണ്, അതിന് 5 രീതികളാണ്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കി ആളുകളെ ആ തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഈ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ഡൗൺ നമുക്ക് ഒഴിവാക്കാം. പ്രിജുഡിസ്ഡ് ആവേണ്ട കാര്യമില്ല. മദർ ട്രീസ പറഞ്ഞതുപോലെ, വെൻ യു കീപ് ജഡ്ജിങ് പീപ്പിൾ, വെൻ വിൽ യു ലവ് ദം? ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്തുകൊണ്ടിരുന്നാൽ എപ്പോൾ സ്നേഹിക്കപ്പോൾ